ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 7 4-ാമത്തെ ശ്ലോകമാണ് പഠിക്കേണ്ടത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. മായായത്ര കദാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹിഃ ശോകക്രോധവിമോഹ സാധ്വസമുഖാ ഭാവാസ്തു ദൂരം ഗതാഃ സാന്ദ്രാനന്ദചരീ ച യത്ര പരമജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ ബ്രഹ്മാവിന് തൻ്റെ വാസസ്ഥലമായ വൈകുണ്ഠലോകത്തെ കാണിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഇനി ആ വൈകുണ്ഠലോകം എങ്ങനെയുള്ളതാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. മായ യത്ര കദാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹിഃ ശോകക്രോധവിമോഹ സാധ്വസമുഖ ഭാവാസ്തു ദൂരം ഗതാഃ. മായ മായയാകട്ടെ യത്ര അവിടെ കദാപി ഒരിക്കലും നോ ഉണ്ടാക്കുന്നില്ല വികുരുതേ ഭേദഭാവങ്ങൾ. മായ ആ വൈകുണ്ഠലോകത്ത് ഒരിക്കലും ഭേദഭാവങ്ങളെ ഉണ്ടാക്കുന്നില്ല. ഭാതേ ജഗദ്ഭ്യോ ബഹിഃ ഭാതേ പ്രകാശിക്കുന്നു, ജഗദ്ഭ്യോ ജഗദ്ഭ്യഃ എല്ലാ ലോകങ്ങളുടെയും ബഹിഃ പുറത്ത്. ഈ വൈകുണ്ഠലോകം മായയുടെ വിളയാട്ടമുള്ള എല്ലാ ലോകങ്ങളിൽ നിന്നും പുറത്താണ്. അതുകൊണ്ട് തന്നെ മായ അവിടെ ഒരിക്കലും ഭേദഭാവങ്ങളെ ഉണ്ടാക്കുന്നില്ല. ശോകക്രോധ വിമോഹ സാധ്വസമുഖാ ഭാവാസ്തു ദൂരം ഗതാഃ. അതുകൊണ്ട് തന്നെ ശോകക്രോധ വിമോഹ സാധ്വസമുഖ, ശോകം എന്നാൽ ദുഃഖം, ക്രോധമെന്നാൽ ദേഷ്യം, വിമോഹം എന്നാൽ മൗഢ്യം അല്ലെങ്കിൽ അജ്ഞാനം, സാധ്വസം എന്നാൽ മരണഭയം, മുഖ മുതലായവ, ഭാവാസ്തു ഭാവാഹതു മുതലായ ഭാവങ്ങൾ തു ആകട്ടെ ദൂരം ഗതാഹ ദൂരെ പോയിരിക്കുന്നു. അവിടെ മായയുടെ വിളയാട്ടമില്ലാത്തത് കൊണ്ട് തന്നെ ദുഃഖം, ദേഷ്യം, അജ്ഞാനം, മരണഭയം തുടങ്ങിയ ഭാവങ്ങൾ ആ വൈകുണ്ഠലോകത്ത് നിന്ന് വളരെ ദൂരെ പോയിരിക്കുന്നു. ഇനി അടുത്ത 2 വരികൾ നോക്കാം. സാന്ദ്രാനന്ദചരീച യത്ര പരമജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. ഇനി അവിടെ എന്താണ് ഉള്ളതെന്ന് നോക്കാം. സാന്ദ്രാനന്ദചരീചയത്ര, സാന്ദ്രാനന്ദചരി സാന്ദ്രാനന്ദം ഘനീഭവിച്ച പരമാനന്ദത്തിൻ്റെ ചരി ഒഴുക്ക്, ച മാത്രം, യത്ര അവിടെ, അവിടെ ഘനീഭവിച്ച പരമാനന്ദത്തിൻ്റെ ഒഴുക്ക് മാത്രമാണുള്ളത്. പരമജ്യോതി പ്രകാശാത്മകേ, പരമജ്യോതി പരമമായ ബ്രഹ്മജ്യോതിയുടെ പരമമായ ബ്രഹ്മ തേജസ്സിൻ്റെ പ്രകാശാത്മകെ പ്രകാശം നിറഞ്ഞു നിൽക്കുന്നു അവിടെ. അല്ലാതെ സൂര്യനും ചന്ദ്രനും ഒന്നും ആ വൈകുണ്ഠലോകത്തിന് പുറത്താണ്. അപ്പോൾ ആ വൈകുണ്ഠലോകത്ത് പ്രകാശം ചൊരിയുന്നത് പരമമായ ബ്രഹ്മ തേജസ് ആയിരിക്കുന്നു. അങ്ങനെ പരമമായ ബ്രഹ്മ തേജസ് പ്രകാശം ചൊരിഞ്ഞ് പ്രകാശാത്മകമായിരിക്കുന്നു ആ വൈകുണ്ഠ ലോകം. തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. തത്തേ തത് ആ തേ അങ്ങയുടെ ധാമം വാസസ്ഥലം വിഭാവിതം ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത എന്നാണ് വിഭാവിതം എന്നതിന്. ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത അങ്ങയുടെ ആ വാസസ്ഥലം വിജയതേ വിജയിക്കുമാറാകട്ടെ വൈകുണ്ഠരൂപം വിഭോ. വൈകുണ്ഠരൂപം ആ വൈകുണ്ഠരൂപം ആ വൈകുണ്ഠ ലോകം ബ്രഹ്മാവിന് അങ്ങ് കാണിച്ചു കൊടുത്ത ആ വൈകുണ്ഠരൂപം വിജയിക്കുമാറാകട്ടെ വിഭോ അല്ലയോ ഭഗവാനെ എന്നാണ് ഈ 2-ാമത്തെ 2 വരികളിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം.
ആ വൈകുണ്ഠലോകം മറ്റെല്ലാ ലോകങ്ങളിൽ നിന്നും പുറത്ത് ആയതുകൊണ്ട് മായ അവളുടെ വികൃതികൾ അല്ലെങ്കിൽ ഭേദഭാവങ്ങൾ ഒരിക്കലും അവിടെ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദുഃഖം, കോപം, മൗഢ്യം, മരണഭയം തുടങ്ങിയ ഭാവങ്ങൾ അവിടെ വളരെ ദൂരത്തായിരിക്കുന്നു. അവിടെ അതില്ല തന്നെ. പകരം ആ വൈകുണ്ഠലോകത്ത് ഘനീഭവിച്ച പരമാനന്ദരസത്തിൻ്റെ ഒഴുക്ക് മാത്രമാണ് ദർശിക്കുവാൻ കഴിയുന്നത്. സൂര്യനും ചന്ദ്രനുമൊന്നുമില്ലാത്ത അവിടെ അത്യധികമായ ബ്രഹ്മ തേജസ് നിറഞ്ഞു നിൽക്കുന്നതിനാൽ പ്രകാശപൂരിതമായിരിക്കുന്നു. അങ്ങനെ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത അങ്ങയുടെ വാസസ്ഥലമായ ആ വൈകുണ്ഠലോകം വിജയിക്കുമാറാകട്ടെ അല്ലയോ ഭഗവാനെ എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പറയുന്നത്. മായായത്ര കദാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹിഃ ശോകക്രോധവിമോഹ സാധ്വസമുഖാ ഭാവാസ്തു ദൂരം ഗതാഃ സാന്ദ്രാനന്ദഛരീ ച യത്ര പരമജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയത്തെ വൈകുണ്ഠരൂപം വിഭോ. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. മായായത്ര കദാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹിഃ ശോകക്രോധവിമോഹ സാധ്വസമുഖാ ഭാവാസ്തു ദൂരം ഗതാഃ സാന്ദ്രാനന്ദഛരീ ച യത്ര പരമജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയത്തെ വൈകുണ്ഠരൂപം വിഭോ. അഞ്ചാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.